വെൽക്കം ബാക്ക് അഗൈൻ ഗൈസ്. പുതിയൊരു ഷാർട്ട് ഓഫ് എക്സ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് രാവിലെ 7 to 12 വർക്ക് ചെയ്യാൻ പോകുന്നത്. ഫുഡ് കഴിക്കാൻ പോകും. ആദ്യം 2 ദോശ എടുത്ത് വയ്ക്കുക, പിന്നെ കടലക്കറി വീഴ്ത്തുക, ചൂട് സമയം ഇപ്പം 5:20. നേരം വെളുത്തു വരണം. ഗൈസ്, ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ഫിനിഷ് ആക്കിയത് കടലക്കറിയെല്ലാം തീർന്നു. അപ്പം ശരി. ഗൈസ്, നമുക്ക് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാമാർട്ടാണ് കേട്ടോ. ഇൻസ്റ്റാമാർട്ടിൻ്റെ ഓർഡറാണ്. ഇവിടെ പേരൂക്കട അല്ല, വടയിലത്തെ ഇൻസ്റ്റാമാർട്ട്. സ്വിഗ്ഗിയിലെ ഓർഡറാണ് കേട്ടോ. രാവിലെ നല്ല ബ്ലോക്ക് തുടങ്ങി കേട്ടോ. രാവിലെ അത്യാവശ്യം ബ്ലോക്ക് തുടങ്ങി. ഇവിടെ ഒരു കുഴിയുണ്ട് കേട്ടോ, രക്ഷയില്ല. അമ്പോ, നമ്മളെ ഇൻസ്റ്റാമാർട്ട് ഇവിടെ തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ തന്നെ കേട്ടോ, ആ ഒരു ഭാഗത്താണ് ഇൻസ്റ്റാമാർട്ട്. ഇങ്ങനെ എടുത്ത് വെച്ചോണ്ട് നിന്നൂടാ, ഇങ്ങനെ എടുത്ത് വെച്ചോണ്ട്. ഗൈസ്, നമ്മളെ ഇൻസ്റ്റാമാർട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഇൻസ്റ്റാമാർട്ട്. യെസ്, അങ്ങനെ ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തി. ഇതാണ് വാഴയിലത്തെ ഇൻസ്റ്റാമാർട്ട്. നമ്മളത് 22ാമത്തെ നമ്പറാണ് കേട്ടോ. 22 ഇവിടെ 21 22. യെസ്, ഐറ്റം കിട്ടിയിട്ടുണ്ട്. ചെക്ക് ചെയ്തിട്ട് പോകാം കേട്ടോ. ഇവിടെ സ്വിഗ്ഗിയിൽ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. സ്വിഗ്ഗിയിൽ അത്യാവശ്യം ഓർഡറുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം നമുക്ക്. ഉരളിയ പൗച്ച് കാർഡ് ഒരെണ്ണം. പൗച്ച് കാർഡ് ഓക്കെ, ഒന്നുണ്ട്. ബ്രിട്ടാനിയ ക്രോസൻറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സാധനം. ക്രോസൻറ്റ് എന്നല്ലേ, വാനില. അത് എത്ര എണ്ണം? 2 എണ്ണം. വാനില ക്രോസൻറ്റ് 2 എണ്ണം. ഒന്നല്ലേ ഉള്ളൂ? 2 എണ്ണം ഉണ്ട്. ഓക്കെ. ഗോൾഡ് വിന്നർ സൺഫ്ലവർ ഓയിൽ കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഇവിടെ ഓക്കെ, 1 എണ്ണം ഉണ്ട്. വിൽമ പാസ്റ്റുറേറ്റഡ് മിൽക്ക് ഓക്കെ, 2 എണ്ണം ഉണ്ട്. ഓക്കെ, ഐറ്റം എല്ലാം ഉണ്ട് കേട്ടോ. ഗൈസ്, നമുക്ക് കൊടുക്കാനുള്ള ഇന്ദിരാനഗറാണ്. ഇവിടുന്ന് 1.8 കിലോമീറ്റർ ഉണ്ട്. നേരെ പോയാൽ മതി കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ട് രാവിലെ. ഇൻസ്റ്റാമാർട്ടിൽ നല്ലപോലെ ഓർഡറുണ്ട് കേട്ടോ. സ്വിഗ്ഗിക്കാണ്, സൊമാറ്റോയ്ക്കില്ല. സൊമാറ്റോ അല്ലല്ലോ, ഇൻസ്റ്റാമാർട്ട് എന്ന് പറഞ്ഞാൽ സ്വിഗ്ഗിയിലാണ്. ലെഫ്റ്റാണ് പോകാനുള്ളത്. സമരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ കേട്ടോ. ഇന്നലെ ഫുൾ സ്ട്രൈക്കായിരുന്നു, ദേശീയ പണിമുടക്കായിരുന്നു. ഹോട്ടലൊന്നും തുറന്നില്ല. ഞാൻ എന്തിനാണെന്നറിയാമോ, സൊമാറ്റോയിലെ ജിക്സ് ഇത് അറിഞ്ഞില്ലായിരുന്നു. സൊമാറ്റോയിലെ ജിക്സ് ബുക്ക് ചെയ്തതിന് ശേഷമാണ് പണി പാളിയെന്ന് മനസ്സിലായത്. പിന്നെ അതെല്ലാം ക്യാൻസൽ ചെയ്തു. അങ്ങനെ ഹോട്ടലൊന്നും തുറക്കൂല, ഒരു ഹോട്ടലും തുറക്കൂല.
നമുക്ക് ഇവിടുന്ന് ഇനി 750 മീറ്ററേ ഉള്ളൂ. അയ്യോ, റോഡൊക്കെ മോശമാണ് കേട്ടോ. എൻ്റെ പൊന്നെ, ഒരു പണ്ടാര കുഴികളുണ്ട് അവിടെ. രാത്രി 1-2 പ്രാവശ്യം വീഴാൻ പോയിട്ടുണ്ട്. എടുത്ത് ചാടിയാലേ അറിയുള്ളൂ, കാരണം വെട്ടം കുറവാണ്. ആ ഭാഗത്തോട്ട് വെട്ടം കുറവാണ്. ഇവിടെ അല്ല, അങ്ങ് അറ്റത്തോട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്കൂളുണ്ട് അവിടെ. അതിൻ്റെ അവിടെയൊക്കെ വെട്ടം കുറവാണ്. ഹോസ്റ്റലിലെ വെട്ടം കുറവാണ്. സ്കൂൾ പിള്ളേർ രാവിലെ സ്കൂളിൽ പോകണം കേട്ടോ. ഇവിടെ അടുത്ത് സ്കൂളുണ്ട്, അവിടെ ആയിരിക്കും മിക്കാറ്. നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 110 മീറ്റർ ഉള്ളൂ കേട്ടോ. ഈ കയറ്റം കയറി പോകണമെന്നാണ് മാപ്പ് കാണിക്കുന്നത്. ഇനി കയറി ചെല്ലുമ്പോൾ അവിടെ ലൊക്കേഷൻ അല്ലെന്ന്, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ലൊക്കേഷൻ കാണിക്കാം. 29 കേട്ടോ. അപ്പുറത്ത് വീടാണ്, ഈ വീടാണ്. ഗൈസ്, അപ്പം നമ്മൾ ഗ്രോസറി ഐറ്റംസ് കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ക്യാമറ ഓണാക്കാൻ പറ്റിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കവർ എടുത്ത സമയത്ത് പിന്നെ അതിലെന്തോ ഇതിൽ കവർ എടുത്ത സമയത്തെ പാല് കവർ തറ വീണ്. പിന്നെ അതെടുത്ത് തുടച്ചു കൊടുത്ത് നമ്മൾ വന്ന. യെസ്, അപ്പോൾ എത്ര രൂപ കിട്ടിയെന്ന് പറഞ്ഞില്ലേ? ഇപ്പം പറഞ്ഞു തരാം കേട്ടോ. പക്ഷേ നമ്മളെ നമ്പർ എന്ന് പറയണത് 20 കേട്ടോ. നമ്മളെ നമ്പർ എന്ന് പറയുന്നത് 20. ഇതല്ലേ മടങ്ങിയിരിക്കുന്നുണ്ടായിരിക്കും അവിടെ ഒരു ഇതായിരിക്കും. അത് ഇല്ലെന്ന് തോന്നല്ലേ? ഇതുണ്ടോ ആ നീടുകൾ എപ്പോൾ കൊടുത്താൽ? അത് തന്നെ ലാസ്റ്റ് വേണം. 72 78 പോകണം. 72 78 അടിച്ചു അല്ല, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചെറിയ ചാനലുണ്ട്. അല്ല, അവിടെ എഴുതി ഒട്ടിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ അത് മൊബൈലിൽ കൊടുത്തേക്കണം. അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ട് കേട്ടോ. അത് മൊബൈലിൽ തന്നെ കൊടുത്തേക്കണം. അത് എനിക്ക് അറിഞ്ഞുകൂടെയായിരുന്നു. ഇവിടെ ക്യാമറ അലോഡ് അല്ലെന്നൊക്കെയാണ് പറയണത് കേട്ടോ. നമ്മൾ ഐറ്റം എന്ന് പറയണത് അലോഡ് അല്ലെന്ന് പറയണം. അവിടെ എഴുതി ഒട്ടിച്ചിട്ടൊന്നും ഇല്ല, നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ചെയ്ത് ആശീർവാദ് ആട്ടയും പിന്നെ ഡിഷ് വാഷ് ജെല്ല്. ഓക്കെ. താഴെ പോയപ്പോൾ ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഇവിടെ മാത്രമേ ഉള്ളൂ കുഴപ്പം. അവിടെ സത്യം പറഞ്ഞാൽ എഴുതി ഒട്ടിച്ചില്ലെന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ സ്റ്റാഫുകൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല ഡ്യൂട്ടി സമയത്ത്, അങ്ങനെയാണ് എഴുതി ഒട്ടിച്ചിരിക്കണേ. പക്ഷേ 5716 ഗൈസപ്പോൾ ക്യാമറ ചാർജ് ചെയ്യണം കേട്ടോ. സോറി, മൈൻഡ് എവിടെയോ പോയി. ഓക്കെ, ക്യാമറയല്ല, മൈക്ക്.
ബാറ്ററി തീർന്നിട്ട് കേട്ടോ, ഒട്ടും ചാർജില്ല. പക്ഷേ ചാർജ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്, അബദ്ധമായി. ഗൈസ് നമ്മൾ ലൊക്കേഷൻ കൊടുത്തേക്കുന്നത് ഇങ്ങോട്ടാണ് കേട്ടോ. പിന്നെ അമ്പലമുക്കെന്നാണ് കൊടുത്തേക്കുന്നത്. ഇവിടുന്ന് 750 മീറ്ററേ ഉള്ളൂ. 750 മീറ്ററിൽ ഫുഡ് ഡെലിവറി ചെയ്യാൻ കേട്ടോ. ഫുഡല്ല, സോറി, ഗ്ലോസറി അടുത്ത് തന്നെ. ഇങ്ങനെ വേണം ഓർഡർ. ഇതാകുമ്പോൾ നമുക്ക് റിസ്ക് ഇല്ല. അതുമല്ല ഷാഡോ ഫെക്സിൽ നമുക്ക് പരമാവധി എത്രയും പെട്ടെന്ന് ഓർഡർ കൊടുക്കാനാണ് നല്ലത്. അടുത്തടുത്ത് ഓർഡർ കിട്ടില്ല, അതാണ് നല്ലത് ഷാഡോ ഫെക്സിൽ. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയ മാത്രമല്ല, അതാണ് കറക്റ്റ് അതിൻ്റെ പ്രയോഗം. കാരണം പറയാൻ കാര്യം എന്ന് പറഞ്ഞാലേ, പിന്നെ അടുത്തടുത്ത് ഓർഡർ കിട്ടിയാൽ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സമയം അഡ്ജസ്റ്റ് ചെയ്ത് കയറി നമുക്ക് പോകാം. നമുക്കിനി ഒരു 400 മീറ്ററും കൂടെ ഉള്ളൂ. കാരണം ഷാഡോയിൽ 28 ഓർഡർ എടുക്കാൻ ഭയങ്കര പാടാണ്. അടുത്തടുത്ത് കിട്ടിയാൽ ഓക്കെ, കുഴപ്പമില്ല. ദൂരോട്ടൊക്കെ കിട്ടിയാലേ നല്ലപോലെ സമയം എടുക്കും, അതുപോലെ ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ അവിടെ ക്യാമറ കയറ്റലെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കയറ്റലെന്നല്ല, ഓഫ് ചെയ്യണം. അപ്പോൾ അവിടെ എഴുതി ഒട്ടിച്ചിട്ടൊന്നുമില്ല, മൊബൈൽ ഉപയോഗിക്കരുതെന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അവിടെ എഴുതി ഒട്ടിച്ചെങ്കിൽ ശരി, നമുക്കറിയാം. അല്ലാതെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? L2 എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 38 ഇവിടെ കാണാനില്ല. 38 ഇല്ലേ? 38 ഇല്ലേടി? 38. ഗീതാരാജ്, ശരി. പൈസ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 29 രൂപയാണ് കേട്ടോ കിട്ടിയത്. ഇപ്പോൾ ഓക്കെയാണ്, ഇന്നും ഓക്കെയാണ്. ലോങ് ഓർഡർ അടിച്ചു ചേട്ടാ. ആര്യാസ് പ്യൂർ വെജ്. എവിടുത്തെ ആര്യാസ്? ഇപ്പോൾ ആര്യാസ് പ്യൂർ വെജ് മാത്രം കൊടുത്തേക്കുന്നു കേട്ടോ. അയ്യോ, ഇതിപ്പോൾ എവിടെയെന്ന് പറഞ്ഞു പോയി ഞാപ്പിടാ അല്ലേ. ആര്യാസ് പ്യൂർ വെജ് മാത്രം കൊടുത്തിട്ടുണ്ട്. ആര്യാസ് ഇവിടെ ഒന്നുമില്ല, ശാസ്തമംഗലത്തേ ഉള്ളൂ. അങ്ങോട്ടാണ് തോന്നുന്നത് കേട്ടോ. 2.8 കിലോമീറ്റർ ഉണ്ട്. ബൈക്ക് ചാർജ് ഇട്ടേക്കാണ്. പെട്ടെന്ന് ചാർജ് കയറിയെങ്കിൽ നമ്മളെ വോയിസ് ഒന്ന് ക്ലിയർ ആയി. 3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് തന്നെ. ഇതായിരുന്നു കേട്ടോ. മറ്റേ നമ്മളെ പരുത്തിപ്പാറ ഒരു ആര്യാസ് ഉണ്ട്, അതാണ് കേട്ടോ. പരുത്തിപ്പാറ ഒരു ആര്യാസ് ഹോട്ടലുണ്ട്, അങ്ങോട്ടാണ് മാപ്പ് കാണിക്കുന്നത്. വേറെ പട്ടത്തും ഉണ്ട്. പട്ടത്തുള്ളത് ആര്യ ജ്യോതിയാണ്. ആര്യ ജ്യോതി, ആര്യ നിവാസ്, അങ്ങനെ പല പേരിലുണ്ട് കേട്ടോ. തമ്പാനൂരിലുണ്ട് ഒരു ആര്യ ജ്യോതി. ഓക്കെ, നമ്മളെ സിഗ്നലുണ്ട്, നേരെ കയറി പോയാൽ മതി. രാവിലെ തിരക്കുണ്ടാന്ന് വെച്ചാൽ തിരക്കുണ്ട് കേട്ടോ. രാവിലെ തിരക്കുണ്ടാന്ന് വെച്ചാൽ തിരക്കുണ്ട്, ഇല്ലെന്ന് വെച്ചാൽ ഇല്ല. മുട്ടടെ റൂട്ടാണ് കാണിക്കുന്നത് കേട്ടോ. മിക്കവാറും ഇങ്ങോട്ടെങ്ങാനും ആയിരിക്കും. നമുക്ക് സ്ട്രെയിറ്റ് ആണ് പോകാനുള്ളത്. ബൈക്കില്ലാതെ വ്ളോഗ് ചെയ്യാൻ ഒരു രസമില്ല കേട്ടോ. നമ്മൾ ഇത്ര ദിവസം ശീലിച്ചോണ്ടേ അതുപോലെ വോയിസ് ഒന്നുകൂടെ ക്ലിയർ ആവും. എൻ്റെ വയർഡ് മൈക്ക് അവിടെ ഇരിക്കുന്നേ ഉള്ളൂ, അത് എടുത്തില്ല. ഇതിൻ്റെ ആവശ്യം പിന്നെ ഇതുപോലെ ആവുമെന്ന് വിചാരിച്ചില്ലല്ലോ. ചാർജ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ മെനിങ്ങാന്ന് വ്ളോഗ് ചെയ്തിട്ട് കൊണ്ടുവച്ചതാണ്, അത് ചാർജ് ചെയ്യാൻ വിട്ടുപോയി. അയ്യോ, വയസ്സ് ഒരു ആക്സിഡൻറ്റ് കേട്ടോ. ഉടനെ ഒന്നും സംഭവിച്ചല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഇന്നൊന്നും സംഭവിച്ചല്ല, കുറേ ദിവസം മുമ്പ് സംഭവിച്ചിരുന്നു. അയ്യോ, ഫോഡ് കേട്ടോ. ഫോഡ് ചിക്കനോട് പേടി. അയ്യോ, മിക്കവാറും ഈ ഭാഗത്തോട്ട് വന്ന് ഇടിച്ച് കയറിയതായിരിക്കും കേട്ടോ. ഫോഡിൻ്റെ വണ്ടിയാണ്. ഇതില്ലേ, ക്രിസ്റ്റ
ഫോർഡ് സ്വിഫ്റ്റ്. ബാക്കിൽ ഇടി വെക്കും കേട്ടോ, ബാക്കിലും സൈഡിലൊക്കെ ഇടി വെക്കും. എന്തിനാണ് സംഭവിച്ചതെന്ന് അറിഞ്ഞൂടാ. ബാക്കിലും സൈഡിലും എല്ലാം ഇടി വെച്ചിരിക്കും. സൈഡിലൊക്കെ ഇടി വെച്ചു കേട്ടോ. ഫോർഡ് അത്യാവശ്യം സേഫ്റ്റിയുള്ള വണ്ടിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് ഒരു കമ്പനിയാണ്. കമ്പനി എന്ന് പറയുമ്പം കമ്പനിയല്ല, അത് കമ്പനി വേണമെന്ന് പറയാം. ഫോർഡിൻ്റെ എൻഡോവറില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് വാങ്ങിക്കാൻ പറ്റൂല, ഇതിലും മോഹിക്കണേ വിലയൊന്നും കൊടുക്കണ്ടല്ലോ, ആഗ്രഹിക്കണേന് വിലയൊന്നും കൊടുക്കണ്ടല്ലോ. നമ്മൾ ഐറ്റം എന്താ പോകണം കേട്ടോ, ഹിറ്റാച്ചി. ഈ സമയം നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്പർ 8916 ഇപ്പോൾ ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഐറ്റം നോക്കില്ല, നോക്കട്ടെ. ഐറ്റം എന്ന് പറയുന്നത് മസാല ദോശയാണ്. അപ്പോൾ കൊടുക്കാനുള്ളത് കുളത്തൂരാണ് കേട്ടോ. ഇവിടുന്ന് 6 കിലോമീറ്റർ ഉണ്ട്. ഫുള്ള് ബ്ലോക്കാണ്. എങ്ങനെ പോകുമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മാർവാണിസ് സ്കൂളുള്ളതുകൊണ്ടേ നല്ല തിരക്കുണ്ട് അത്യാവശ്യം. കൂടെ ഓവർടേക്ക് ചെയ്തുവിടാം, പക്ഷേ സിറ്റുവേഷൻ അത് ആവശ്യപ്പെടും. അതുകൊണ്ട് കയറി പോകണം കേട്ടോ. സ്പേസും ഉണ്ട്, ഡേഞ്ചറും ഇല്ല, വേറെ റിസ്ക് ഒന്നുമില്ല, കയറി പോകാൻ പറ്റും. റൈറ്റ് സൈഡിൽ കൂടെ ഓവർടേക്കാൻ പറ്റൂല, ചെറിയ റോഡാണ്, അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഫുള്ള് ബ്ലോക്കാണ്. ആ മാർവാണിസ് സ്കൂളുള്ളതുകൊണ്ടാണ് കേട്ടോ എത്ര ബ്ലോക്ക്. അവിടെ ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്ര ബ്ലോക്ക് വരുന്നത്. സ്കൂളിൻ്റെ ബ്ലോക്കാണ്, ഇഷ്ടംപോലെ വണ്ടികൾ, സ്കൂൾ ബസ് എല്ലാം അവിടെ ഉണ്ട്. ഓ ഗൈസ്, നമ്മൾ രക്ഷപ്പെട്ടു. KKG ഹോസ്പിറ്റലിൽ അതിലേക്കൂടെയാണ് കയറി പോകാനുള്ള. അടിപൊളി ഷോർട്ട് കട്ടാണ്. ഗൂഗിൾ മാപ്പ് ഷോർട്ട് കട്ട് കാണിച്ചു തരുന്നു. അതുകൊള്ളാല്ലേ. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് കയറി പോകാനുള്ളത് കേട്ടോ. കുളത്തൂരാണ് കൊടുക്കാനുള്ളത്. കുളത്തൂരാണ് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പം മൊത്തം കല്ലുകൾ. കുഴിയാണ്, ഇപ്പോൾ രക്ഷയില്ല കേട്ടോ. എൻ്റെ പൊന്നെ, നോക്കിയോ. അയ്യോ, ലെഫ്റ്റ് അടിക്കാൻ പറഞ്ഞ് കയറി പോയ കേട്ടോ, ഇങ്ങോട്ടല്ല. എന്തൊരു ചെയ്യാം, മാപ്പിൻ്റെ കാര്യം. ഇങ്ങോട്ടാണ് മാപ്പ് കാണിക്കണം, നേരെ പോയാൽ മതി. ഓ രക്ഷപ്പെട്ടു കേട്ടോ. മാർവാണിസിന് അങ്ങോട്ട് പോകണ്ട. നമ്മളെ ക്യാമറ ചാർജ് ആയെന്നൊരു പിടുത്തമല്ലോ കേട്ടോ. കുറച്ച് സമയം കഴിയും. കാറുകാരൻ പോകാൻ പറഞ്ഞു കേട്ടോ. ചുമ്മാല്ലേ ഇതിലാണ് കയറ്റി വിട്ടത്. സ്ഥിരം വഴിയാണോ അപ്പോൾ? ഓ ഷോർട്ട് കട്ട് പിടിച്ചാൽ. ആ ഗായ്സ്, ഷോർട്ട് കട്ട് കിട്ടി. യെസ്, നമുക്ക് അതിലേ വരണമെന്നുണ്ടെങ്കിൽ ഇതിലെ കറങ്ങി വരേണ്ടി വന്നുണ്ട്. ഈ ഷോർട്ട് കട്ടാണ് കേട്ടോ. യെസ്, ഇനി നേരെ പോയാൽ അത് 5 കിലോമീറ്ററേ ഉള്ളൂ. വച്ച് പിടിക്കാം. ഏത് വഴി? അങ്കമ്പാടിയില്ലേ തന്നെ? അതിൽ വണ്ടി പോകില്ലല്ലോ. ഓ ഇതിലെങ്ങാനും കയറിയ തീർന്നു. ഇത് തിരിച്ചിറങ്ങാൻ പറ്റില്ല. ഗൈസ്, നമുക്ക് ചാവടി മുക്കിന് അങ്ങോട്ടാണ് പോകാനുള്ളത് കേട്ടോ. ചാവടി മുക്ക് ആ റോഡാണ് പോകാനുള്ളത്. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ശ്രീകാര്യം റൂട്ടിനകത്ത് നല്ല പോലെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇവിടുന്ന് ലെഫ്റ്റാണ് കയറി പോകാനുള്ളത്. നല്ല റോഡ് കേട്ടോ, അടിപൊളി റോഡ്. ഒരു സ്കൂളിൻ്റെ
സ്കൂളിലും കോളേജ് എന്തൊക്കെ ഉള്ള റോഡാണ് ഇതൊക്കെ മര്യാദയ്ക്ക് ഇടാവും. മോശപ്പെട്ടത് സ്കൂളിൻ്റെ ആയതുകൊണ്ടല്ല, ഇത്രയും തിരക്കുള്ള റോഡല്ലേ, അപ്പോൾ അത് ക്ലിയർ ആക്കി ഇടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇത്രയല്ലേ. വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ തന്നെ കിടക്കുന്ന കേട്ടോ. പാച്ച് വർക്ക് ചെയ്ത് ആ രീതിയിൽ ചെയ്യണം. ഇത് ഒരു വൃത്തികെട്ട റോഡ്, ഒരു സുഖമില്ല. നമ്മൾ കൊടുക്കുന്ന ടാക്സ് വെള്ളത്തിലായെന്ന് പറഞ്ഞാൽ മതി. നല്ല റോഡ് ഗൈസ്. ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത് കേട്ടോ. ഈ പ്ലാറ്റ്ഫോമാണെന്ന് തോന്നണം കണ്ടിട്ട്. അകത്ത് കയറാമോ തോന്നുന്നു, സെക്യൂരിറ്റി ഒന്നും കാണാനില്ല. ഗൈസ് അപ്പം നല്ല ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറിയതാണ് കേട്ടോ. നോക്കിയ ലിഫ്റ്റിൻ്റെ കോലം നോക്കി, സംഭവം പണി കിടക്കാനെന്ന് തോന്നുന്നു കേട്ടോ. ഇത് പൊളിച്ച് കളയുന്ന സാധനമാണെന്ന് തോന്നുന്നു. ശരി ഗൈസ് അപ്പോൾ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 63 രൂപ 89 പൈസ കണ്ടാണ് കേട്ടോ കിട്ടിയത്. ഗൈസ് നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. കഴക്കൂട്ടത്തുള്ള ഇൻസ്റ്റാമാർട്ടാണ് കേട്ടോ. ഇവിടുന്ന് 2.7 കിലോമീറ്റർ ഉണ്ട്. കയറണം കേട്ടോ. നേരെ ഹൈവേ കയറാനാണ് കാണിക്കുന്നത്. നേരെ പോയാൽ ലുലു മാള്, ഫ്രണ്ടിൽ ലുലു മാള്. ഇവിടെ നമുക്ക് എവിടെയും പോവാം കേട്ടാ, പറന്നു വിടാം. ഗൈസ് അപ്പൊ ഇതാണ് ലുലു മാൾ. എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ മാത്രം വെച്ച് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പോലെ കാറ്റുണ്ട് കേട്ടോ. മൈക്ക് ആയതുകൊണ്ട് കുറച്ച് കുറവായിരിക്കും കേട്ടോ, അതാണ് മൈക്ക് വാങ്ങിച്ചത് നമ്മൾ. അല്ലെങ്കിലേ ഭയങ്കര സൗണ്ട് ആയിരിക്കും. ടി വിയിൽ അങ്ങനെ ഒട്ട് കാണുന്നുണ്ടെങ്കിലേ ഭയങ്കര സൗണ്ട് ആയിരിക്കും കേട്ടോ. ഇവിടുത്തെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഓർഡർ എടുക്കുന്നത്. നമുക്ക് ഇവിടുന്ന് റൈറ്റ് ആണ് പോകാനുള്ള കേട്ടോ. പെട്ടെന്ന് കയറി പോകാൻ പറ്റൂല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ യൂട്ടേൺ എടുത്ത് വരാം. അതിപ്പോൾ നടക്കൂല കേട്ടോ. അവിടെ ചെന്ന് യൂട്ടേൺ എടുത്ത് വരാം. പെട്ടെന്ന് ഇല്ല കയറി പോക്ക് നടക്കൂല. ഇറ്റ് ഈസ് ഡേഞ്ചറസ് ഫോർ ഹെൽത്ത്. വായിക്കണ്ട, ഇതെന്തിനാ ഇങ്ങനെ കൊണ്ട് വെച്ചിരിക്കുന്നത്? ഇവിടെ ട്രാഫിക് ആയതുകൊണ്ടായിരിക്കും കേട്ടോ. നമുക്ക് അരിശിമൂട് എത്തി കേട്ടോ. നമ്മൾ അരിശിമൂട് നമുക്ക് റൈറ്റാണ് കയറി പോകാനുള്ളത്. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് കേട്ടോ അവിടെ. സ്ട്രൈറ്റ് വണ്ടികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്, സൈഡിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ട്, 4 വാക്കിലും വണ്ടികൾ വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും പോവാം. റൈറ്റാണ് കയറി പോകാനുള്ളത്.
ഗൈസ് അപ്പം ഇവിടെ നിന്ന് അധിക ദൂരമില്ല, 950 മീറ്ററേ ഉള്ളൂ കേട്ടോ. സ്ട്രൈറ്റ് വിട്ടാൽ മതി. ഈ തേരി കയറേണ്ട ആവശ്യമൊന്നുമില്ല സത്യം പറഞ്ഞാൽ. ഈ റോഡ് വഴി പോകാമായിരുന്നു, പിന്നെ ഇതിലെ കൂടെ കയറി വന്നേ ഉള്ളൂ. ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഷാഡോ എഫക്ട്സ് ഓടിയത് 5 മണിക്കൂർ ഓടിയിട്ടുണ്ട്. പിന്നെ 7 ഓവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 313 രൂപ 19 പൈസയാണ്. ടോട്ടൽ എമൗണ്ട് ഒരു 30 രൂപ ടിപ്പും കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 341 രൂപയാണ്. 7 ഓവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ 7 to 12. ഇതാണ് ഡീറ്റെയിൽസ്. പിന്നെ രാവിലെ ഷാഡോ എഫക്ട്സിനകത്ത് ഇൻസ്റ്റാമാർട്ടിൻ്റെ ഓർഡർ നല്ലപോലെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ആണ് കിട്ടണത്. ഇനി എത്ര ദിവസം നിൽക്കുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേണം. ബൈ.